ഹലോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് അശ്വതി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ തമിഴിൽ കണ്ടതുപോലെ അമ്മായിയമ്മയും മരുമക്കളും കൂടി ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അമ്മായിയമ്മയെ ക്ഷണിക്കുക അല്ലേ? ഓക്കെ മമ്മി. അപ്പോൾ ഇതാണ് എന്താ പറയുക, മിസ്സസ് ബീന. പറ ഹായ്. ഹായ്. ഇതാണ് നമ്മുടെ അമ്മായിയമ്മ എന്ന് പറഞ്ഞ ആള് പാവട്ടെ, നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ കുഴപ്പമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ മരുമകളാണ് വിളിക്കുന്നതായിരിക്കും. വരൂ. ഇതാണ് ഹായ്. അപ്പോൾ പറ ഹായ്. പറ എല്ലാവർക്കും സുഖം. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുവാണെങ്കിൽ. പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെടുവാണെങ്കിൽ. ഓക്കെ. പിന്നെ ഇവിടെ ഈ സറൗണ്ടിങ്ങിൽ കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇപ്പം നമ്മൾ ടെറസിലാണ് നിൽക്കുന്നത്. നമുക്ക് ആകെ പോകാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ടെറസ് മാത്രമേ ഉള്ളൂ ഈവനിങ്ങിൽ. കാരണം നമ്മൾ പുറത്തിറങ്ങാറില്ല ഇവിടെ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മമ്മി എടുത്ത് ചോദിക്കാം, മമ്മി ലോക്ക്ഡൗൺ എങ്ങനെയാണ് ബാധിച്ചേക്കണത് അല്ലേ? മമ്മിയെ എങ്ങനെ ലോക്ക്ഡൗൺ ബാധിച്ചേക്കണേ? എന്നെ ലോക്ക്ഡൗൺ ബാധിച്ചേക്കണത് ആക്ച്വലി ഇത് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ്, വീട്ടിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ എഫക്റ്റ് ഇല്ല. വീട്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് രണ്ടുപേരും വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. അവർക്ക് ഭയങ്കര ബോറടിയാണ്. പിന്നെ കുക്കിങ്, കഴിക്കുക, ഉണ്ടാക്കുക, കഴിപ്പിക്കുക, ഇതൊക്കെയാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. നമ്മുടെ വീട്ടിലെ എന്താ പറയാ, ആണുങ്ങളും എല്ലാവരും കുക്കിങ്ങിലേക്ക് ചാടിയിട്ട്. പപ്പ ഓൾറെഡി ഒരു കുക്കാണ്. പപ്പ നല്ല അടിപൊളി ബെസ്റ്റ് കുക്കാണ്. പിന്നെ ഷാലു എല്ലാവരും കുക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് എന്റെ മക്കള് രണ്ടാൺമക്കള്. അവര് കിച്ചണിലേക്കൊന്നും അങ്ങനെ അത്ര വരാറില്ല. പക്ഷെ ഇപ്പൊ കുറേശ്ശൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇരുന്നാൽ മതി. നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. അവര് ഓരോ ദിവസം ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഓരോ പരീക്ഷണങ്ങളാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെയും വീട്ടില് എന്താ പറയാ, അവരുടെ ആമക്കളും ഹസ്ബൻഡ്സും എല്ലാവരും കുക്ക് ചെയ്യാൻ തുടങ്ങി കാണും. അപ്പൊ നമുക്കിപ്പോ അവരുടെ സ്കിൽസ് ഒക്കെ അറിയാനുള്ള ഒരു സമയം കൂടിയല്ലേ? അപ്പോൾ ഇപ്പം നമുക്ക് ഏകദേശം ഒരു 6:15 ഇവിടെ സൺസെറ്റ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുക. കണ്ടോ, മസ്കറ്റ് എന്ന് പറയുന്ന ഈ രാജ്യം എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ രാജ്യം. എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് എന്താ പറയുക, കാം ആൻഡ് സൈലന്റ്. പക്ഷെ ഇനി പുറത്ത് പോകേണ്ടവർക്ക് പുറത്ത് പോകും. ഞങ്ങൾ യൂഷ്വലി പോകുന്നത് ഈവനിങ് ബീച്ചിലൊക്കെ പോകും. ഞങ്ങളങ്ങനെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ അല്ല. ഇപ്പം നമ്മൾ എന്താ പറയുക, ഹസ്ബൻഡ്സ് ഇപ്പോൾ ശാലിനിയുടെ ആയാലും എൻ്റെ ആയാലും, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് റോബിൻ, ശാലിനിയുടെ ഹസ്ബൻഡ് റിങ്കു, അവരൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വളർന്നു. അപ്പോൾ ഇവർക്ക് ഇവിടെ ഓൾറെഡി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മസ്കറ്റ് കിട്ടുവാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. കാരണം അത്രയും നല്ലൊരു കൺട്രിയാണിത്. അപ്പോൾ നമ്മൾ യൂഷ്വലി ബീച്ചിലേക്കാണ് പോയിട്ട്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസാണ് കേട്ടോ, നമ്മൾ താമസിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ടെറസ്. ഇത് കണ്ടൊക്കെ ഭയങ്കര മലനിരകളും എന്താ പറയുക, അങ്ങനെ ഗ്രീനറി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഗ്രീനറി ആണെങ്കിൽ നിങ്ങൾക്ക് സലാല തന്നെ പോകണം. സലാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല അടിപൊളി ഗ്രീനറിയാണ്. ഓക്കെ. അപ്പോൾ മസ്കറ്റിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് മസ്കറ്റിനെ കുറിച്ച് ഇവരോട് തന്നെ ചോദിച്ചറിയാം. മമ്മി ഇപ്പം എത്ര വർഷമായി ഇവിടെ? ഏകദേശം ഒരു 30 വർഷമായി കാണണം. 30 വർഷമായി അല്ലേ? മമ്മിക്ക് എന്താ ഈ രാജ്യത്തെ കുറിച്ച് പറയാനുള്ളത്? ഈ രാജ്യത്തെ കുറിച്ച് പറയാൻ പീസ്ഫുൾ ലൈഫാണ് ഇവിടെ. റഷ് അങ്ങനെയൊന്നുമില്ല. ദുബായിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പോകണമെങ്കിൽ ഭയങ്കര തിരക്കും ബഹളവും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇവിടെ നമുക്ക് ഈ ട്രാഫിക് എന്ന് പറഞ്ഞൊരു സംഭവം കാണാനേ പറ്റത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവരുടെ ട്രാഫിക് റൂൾസിന്റെ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ അല്ലേ? കാരണം കറക്റ്റായിട്ട് ട്രാഫിക് റൂൾസും എന്താ പറയാ, ഇതിന്റെ നിയമങ്ങളും ഇവിടെ എല്ലാവരും അവരവരുടെ നമ്മുടെ ഈ കൺട്രിയുടെ ലോ അനുസരിച്ച് പോകുന്ന ആൾക്കാർ. കാരണം ആരും ഇവിടെ ഈ ലോ ഒന്നും വയലേറ്റ് ചെയ്യാറില്ല. പിന്നെ ഇവിടെ ഈ വയലൻസ് അതുപോലെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഒരുപാട്, ക്രൈം ഇപ്പൊ നമ്മൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ക്രൈമിന്റെ ഒരു റേറ്റ് കുറവുള്ള ഒരു രാജ്യം കൂടെയാണ് ഒമാൻ എന്ന് പറയുന്നത്. ക്ലീൻ സിറ്റി, ഭയങ്കര ക്ലീൻ സിറ്റിയാണ്. കാരണം ഇവിടെ ആരും ഇപ്പൊ നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പൊ കാറിൽ നിന്നൊക്കെ വേസ്റ്റ് വലിച്ചെറിയുക, അത് നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളത് ശരിക്കും പറഞ്ഞാൽ ചെയ്യത്തില്ല. കാരണം ഇവിടുത്തെ റോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അതിന് ഫൈനുണ്ട്. അപ്പൊ നമ്മൾ പക്ഷെ ആരും അങ്ങനെ ചെയ്യത്തില്ല. കാരണം നമ്മൾ പല രാജ്യത്തെ ആൾക്കാർ താമസിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു ഇന്ത്യൻ വലിച്ചെറിയുകയാണെങ്കിൽ നമ്മൾ പറയോ കണ്ടോ ഇന്ത്യൻ, അങ്ങനെയൊക്കെ പറയും അല്ലേ? സാധാരണ എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ യൂഷ്വലി അങ്ങനെ ആരും ചെയ്യാറില്ല. ഇവിടെ നമ്മുടെ മലയാളീസ് ആണെങ്കിലും എന്താ പറയാ, അവരും എല്ലാ റൂൾസും ഫോളോ ചെയ്യും. ഇപ്പൊ ഇവിടെ മലയാളീസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും. റോഡിന്റെ കുറച്ച് എത്രയോ ഒരു മീറ്റർ വെച്ച് ബോക്സ് വെച്ചിട്ടുണ്ട് വേസ്റ്റ് കളയാനൊക്കെ ആയിട്ടല്ലേ? വേസ്റ്റ് കളയാൻ. പിന്നെ ഇവിടെ മലയാളീസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം എല്ലാവർക്കും. ഇപ്പൊ നമ്മൾ മലയാളീസ്, ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാര്, അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത്. ഇപ്പൊ നമ്മുടെ ബിൽഡിങ്ങിലാണെങ്കിലും നമുക്ക് അല്ലെ മലയാളീസിനെ എല്ലാവരും തന്നെ അറിയാം ആരൊക്കെ താമസിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇവിടെ പോവാറൊക്കെ ഉണ്ട് ഫ്ലാറ്റിൽ. ഇപ്പൊ എറണാകുളത്തൊക്കെ നമ്മൾ പോവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാറ്റിലേക്ക് ആരാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ നമ്മുടെ
മലയാളി കമ്മ്യൂണിറ്റീസ് നമുക്ക് എന്താ പറയാ ഈ നമ്മുടെ ഡാൻസും പാട്ടും ഞങ്ങൾ എല്ലാത്തിലും ഇൻവോൾവ് ഡാൻസ് എല്ലാം. അപ്പൊ നമ്മളിപ്പോ നാട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ അതിന് എന്താ പറയാ ചാൻസ് കൂടുതലുണ്ടായിരുന്നു, അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഇവിടെ ഉള്ള പിള്ളേരായാലും എല്ലാവരും നമുക്ക് ഇങ്ങനെ പ്രോഗ്രാംസ് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക്, ഡാൻസ് പാട്ട് എന്താ പറയാ ഈ മലയാളി കമ്മ്യൂണിറ്റീസ്. അപ്പൊ അതൊക്കെ നല്ല രസമാണ് മസ്കറ്റില്. അപ്പൊ നമ്മുടെ പ്രവാസികള് എന്ന് പറയുമ്പോൾ എന്താ പറയാ എല്ലാത്തിലും ഇപ്പൊ ഇൻവോൾവ് ആണ് ഇവിടുത്തെ ആൾക്കാർ. പിന്നെ എനിക്ക് ഷാലുവിന്റെ അടുത്ത് ചോദിക്കാം, ഷാലുവിന് എങ്ങനെയാ മസ്കറ്റ്? ഷാലു ഇവിടെ ജനിച്ചു വളർന്നതും പഠിച്ചതും കല്യാണം കഴിച്ചത് ഇവിടെ തന്നെയാ. നാട്ടിലേക്ക് പോകാൻ താല്പര്യം, അതുകൊണ്ട് ഇവിടെ തന്നെ കിട്ടി അല്ലേ? പിന്നെ അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. പിന്നെ ഷാലുവിന് നാട്ടില് ഒരു മാസത്തേക്ക് പോകാനൊക്കെ ഇഷ്ടമല്ലേ? എനിക്ക് നാട്ടില് വെക്കേഷൻ ഒക്കെ പോകാൻ മാത്രമേ ഇഷ്ടമല്ലേ. മാക്സിമം 1-2 months ഒക്കെ കൂടുമ്പോ മാത്രം. ആക്ച്വലി മഴ സമയത്താണോ പോകാൻ ഇഷ്ടം? അല്ല, ഞാനിപ്പോ ACC പഠിച്ചോണ്ടിരിക്കുക. അപ്പം എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സമയം നോക്കിയിട്ട് വേണം എനിക്ക് നാട്ടിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല. ഭയങ്കര തിരക്കായിട്ട് ഫീൽ ചെയ്യാറുണ്ട് റോഡൊക്കെ? അങ്ങനെ നാട്ടിൽ പോയാലും ഞാൻ അങ്ങനെ പുറത്തിറങ്ങാറില്ല. കുറവ്. മാക്സിമം പോകുന്നത് സിറ്റിയിലോട്ടാണ്. ബിക്കോസ് പപ്പ ഇവിടെയാണ് നിൽക്കുന്നത് കൂടുതലും. ഇവിടെ ഈ ചൂടാന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടില് ഇന്ന് ഭയങ്കര കാറ്റുണ്ട്, മഴക്കുള്ള ചാൻസ് ഇല്ലാത്ത സ്ഥലം. യൂഷ്വലി ഇങ്ങനെ നമുക്ക് ഒട്ടും ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത ഒരു രാജ്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ നാട്ടിലിങ്ങനെ മുടിയൊക്കെ കഴിച്ചിട്ട് പോകണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സ്വെറ്റ് ആവും, അത് സ്റ്റിക്കി. പക്ഷെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 43-45 ഡിഗ്രി ടെമ്പറേച്ചർ ആന്ന് പറഞ്ഞാലും നമുക്കങ്ങനെ ഈ ഇതൊക്കെ അങ്ങനെ കിടന്നോളൂ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിക്കി ഹ്യൂമിഡ് അതൊന്നും ഉണ്ടാവില്ല ഇവിടെ. പിന്നെ 52 വരെ വന്നിട്ടുണ്ട്. 52 വരെ വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ യൂഷ്വലി ഇങ്ങനെ ഈ കാറ്റൊക്കെ ഉള്ള സമയത്ത് ഒരു മഴയൊക്കെ പ്രതീക്ഷിക്കാം അല്ലെ? എവിടെയെങ്കിലും ഒരു മഴ ഉണ്ടാവും. മമ്മി എപ്പോഴും പറയാറുണ്ടോ ഇന്ന് ഭയങ്കര കാറ്റില്ല, എവിടെയെങ്കിലും ഒരു മഴയ്ക്ക് ചാൻസ് ഉണ്ടാവും. ടൗൺ ഏരിയയില് മസ്കറ്റ് ഏരിയയില് വളരെ കുറവാണ്. ഇന്ന് ചൂടും പൊതുവെ കുറവാന്ന് തോന്നുന്നു. ഈ സമയത്ത് നമ്മൾ യൂഷ്വലി ടെറസിൽ വരുമ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്റ്റിക്കി ആയിട്ട് നിൽക്കില്ല, വേർത്തൊഴുകി പോയിക്കോളും. ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ഉണ്ടാവും, അപ്പൊ അത് വേർക്കത്തില്ല ഇവിടെ, അതാണ് എനിക്ക് രഹസ്യം. അപ്പൊ ഇപ്പത്തെ നമ്മുടെ ഈ ലോക്ക്ഡൌൺ ആ ഒരു സമയം ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒരു 2-2.5 മാസമായില്ലേ വീട്ടിനകത്തിരിക്കുന്നു. നമ്മളൊരു 2-2.5 മമ്മി എനിക്ക് 3 മാസമായി ഈ സംഭവം തുടങ്ങിയപ്പോ തന്നെ. മമ്മി പുറത്തിറങ്ങിയിട്ടുണ്ടായില്ല, നമ്മളെ ഇറക്കിയിട്ടുണ്ടായില്ല ആ സമയത്ത്. പിന്നെ ഇപ്പൊ നമ്മള് വീട്ടിലേക്ക് 2-2.5 മാസമായി. കാരണം ഇമ്മ്യൂണിറ്റി പ്രശ്നം. കാരണം ഈ ഇമ്മ്യൂണിറ്റി കുറവ് ആൾക്കാർ വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത് ഈ സമയത്ത്. മമ്മീനെ ഞങ്ങൾ വീട്ടിലിരുത്തും, കാരണം കണ്ടില്ലേ, കണ്ടോ സ്ലിം ആൻഡ് ട്രിം. അപ്പൊ നമ്മൾ ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് നമ്മള് ക്യാരം ബോർഡ് കൊണ്ടുവന്നു അല്ലേ? ക്യാരം ബോർഡ് വാങ്ങിച്ച് നമ്മൾ കളി തുടങ്ങി. പിന്നെ നമ്മൾ ചെയ്യുന്നത് ലൂഡോ ടീമായിട്ട് കളിക്കും. അത് ഭയങ്കര ഇഷ്ടമാണ്, അടികൂടാനും എല്ലാത്തിനും. അതെ, എന്നും ഒരു അടി പ്രതീക്ഷിക്കാം. പക്ഷെ ലൂഡോ കഴിഞ്ഞ ഒരു അടി അപ്പൊ പ്രതീക്ഷിക്കാം. എവിടെന്നെങ്കിലൊക്കെ ഒരു അടി. നമ്മൾ ടീമായിട്ടാണ് കളിക്കുന്നത്. ഒരു അടി അങ്ങോട്ടും നമ്മുടെ കളിക്കുമ്പോൾ അവര് നമ്മുടെ കുത്തും, ഞങ്ങൾ അവരുടെ കുത്തും, ഒരു അടി പ്രതീക്ഷിക്കാം. പിന്നെ നമ്മളെന്താ പിന്നെ ഒരാള് പിണങ്ങി റൂമിന്റെ ഉള്ളിൽ പോവും, പിന്നെ അടുത്ത ആള് പിന്നാലെ പോയി വിളിച്ചിട്ട് വരും. അപ്പത്തേക്ക് അപ്പുറം അടി പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അപ്പൊ നമ്മള് പിന്നെ പ്ലേയിങ് കാർഡ്സ് ഉണ്ട്, ഊണോ നമ്മള് കളി. ഊണോ എല്ലാവർക്കും അറിയാം. ഇപ്പൊ എല്ലാവർക്കും അറിയാം യൂണോ ഒക്കെ ഇപ്പൊ എല്ലായിടത്തും ഉള്ളത് അല്ലേ? ചീട്ടുകളി ഊണോ അല്ല, മറ്റേ കളിയുണ്ട്, ലൈക്ക് കൊന്ത, കഴുത, അതൊക്കെ അങ്ങനെയുള്ള കളികളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ അറിയുന്നത് തന്നെ എന്താണെന്നുള്ളത്. നമ്മുടെ ഫേവറേറ്റ് പക്ഷെ ലൂഡോയാ, കാരണം നല്ല അടി ഉണ്ടാക്കാൻ ബെസ്റ്റ് കളി. പിന്നെ നമ്മള് ഡോമിനോസ് അല്ലേ? ഡോമിനോസ് ചെറിയ ബ്ലോക്സ് ഭയങ്കര രസമാണ്. നമ്മളിപ്പോ എല്ലാവരും അപ്പൊ ഞാനും അപ്പൊ ഞങ്ങൾ ഇവിടെ അല്ല, നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ ഞാനിപ്പോ ഒരു 1-2 മാസം മുൻപ് പോയിരുന്നതല്ലേ. അപ്പൊ ഈ ഒരു പ്രശ്നം കാരണം കൊണ്ട് ഇവിടെ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നു. പിന്നെ ഇപ്പൊ എന്തായാലും കോള് വരും എന്ന് പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ? അതുവരെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. അതെ, എല്ലാവരും വീട്ടിനകത്തിരിക്കുക. പിന്നെ ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോൾ മാസ്കും ഗ്ലൗസും ഒക്കെ വെച്ചിട്ടാ പോണത്. ഇപ്പൊ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എല്ലാവർക്കും ഒരു സാധാരണ കാര്യമായി കഴിഞ്ഞു. അത്യാവശ്യത്തിന് എന്തായാലും പുറത്തിറങ്ങാതെ പറ്റില്ല. മാസ്കും ഗ്ലൗസും വെക്കണമെന്ന് പറയും. ശാലു മാസ്ക് ഗ്ലൗസിനോട് പുറത്തിറങ്ങത്തില്ല. പിന്നെ പറ, സാനിറ്റൈസർ യൂസ് ചെയ്യാറില്ലേ? അപ്പൊ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വീട്ടിൽ വരുവാണെങ്കിൽ സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൈ തീർച്ചയായിട്ടും വെള്ളം ഒഴിച്ച് കഴുകിക്കളയണം. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കിച്ചണിലൊന്നും കയറരുത്, കാരണം എന്താ തീ പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്.
അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയാ, നേരെ പോയി പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ മാസ്കും ഗ്ലൗസും ഊരി കളഞ്ഞ് നേരെ ടോയ്ലറ്റിൽ പോയി കുളിക്കുക, ക്ലീൻ ആവുക. അതെ, നമ്മള് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നത് ഇങ്ങനെയാണ്. കാരണം നമുക്ക് നമ്മുടെ ബാക്കിയുള്ളവരുടെ ഹെൽത്ത് നോക്കിയാൽ മതിയാവുള്ളൂ. അപ്പൊ ഇനി വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവർ ചിലപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞ് കാണാൻ പറ്റുള്ളൂ അല്ലേ? 4 മാസം കഴിഞ്ഞ് കാണാൻ പറ്റും. ഞാൻ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം, ഷെയറും കൂടെ ചെയ്തോ. പിന്നെ ബെൽ ബട്ടൺ അയക്കുകയാണെങ്കിൽ ബെൽ ബട്ടൺ കുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും, നെക്സ്റ്റ് വീഡിയോ. അപ്പൊ അതുവരേക്കും ബൈ.